നൂറ അനുമോളോട് ചോദിക്കുകയാണ്, അനുമോളെ നീ എന്താ ഷാനവാസുക്കാക്ക് ചപ്പാത്തി കൊടുക്കാത്തതെന്ന്. അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, 3 കൊടുത്തല്ലോ എന്ന്. ഷാനവാസുക്കാക്ക് 3 ഇനിയും വിശക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഷാനവാസുക്ക അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോഴേക്കും അനുമോളോട് പറയുന്നുണ്ട്, സമയത്തിന് ഭക്ഷണം തരാൻ പറ്റാത്തവർ കിച്ചണിൽ നിൽക്കേണ്ട യാതൊരുവിധ ആവശ്യവും ഇല്ല എന്ന്. അപ്പോൾ അനുമോൾ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്, ഇക്കാക്ക് 3 തന്നില്ലേ, 3 കറിയും തന്നിട്ട് പിന്നെയും വേണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനാണ്, ഇക്ക 3 കൂടെ ഒരുമിച്ച് കുത്തിക്കയറ്റി കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിനക്ക് 3 കുത്തിക്കയറ്റി ഒരുമിച്ചിരുന്ന് കഴിക്കാമല്ലോ എന്നൊക്കെ ഷാനവാസ് തിരിച്ചും പറയുന്നുണ്ട്. അപ്പോഴേക്കും കിച്ചൺ ക്യാപ്റ്റനായ നീ ഇന്നലെ എന്നോട് പറയുന്നുണ്ടായിരുന്നല്ലോ സമയത്തിന് ഫുഡ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഷാനവാസും ലക്ഷ്മിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ആവുന്നുണ്ട്. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞു, ഇന്നിപ്പോൾ ബിഗ് ബോസ് നമുക്കൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു പൂക്കളം ഇടാൻ വേണ്ടിയിട്ട്, ഞങ്ങളെല്ലാവരും പോയി പൂക്കളാണ് ഇട്ടത്. ഇന്നലത്തെ ഡയലോഗിനുള്ളതാണ് ഞാൻ പറയുന്നത്, സമയത്തിന് ഫുഡ് കൊടുക്കാൻ പറ്റാത്തവർ കിച്ചണിൽ നിൽക്കരുത്. ആ സമയത്തിന് കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരം അല്ല ഫുഡ് തരേണ്ടത്, കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾക്ക് ഫുഡ് തരണം. അത് കിച്ചൺ ക്യാപ്റ്റനായ എൻ്റെ ഭാഗത്ത് തെറ്റ് വന്നതിൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അനീഷ് കയറി വന്ന് ഷാനവാസിനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ഇപ്പോഴെങ്കിലും പോയി ഫുഡ് ഉണ്ടാക്കുന്ന അനീഷ് ലക്ഷ്മിനോട് പറയേണ്ടത്, അന്നേരമാണ് ഞങ്ങൾക്ക് വൈകുന്നേരമെങ്കിലും കിട്ടുള്ളൂ, ഞങ്ങൾക്ക് വൈകുന്നേരമല്ല ഞങ്ങൾക്ക് ഉച്ചയ്ക്കാണ് വേണ്ടത്, പോയിട്ട് കിച്ചണിലെ കാര്യങ്ങൾ നോക്കുന്നു. ഷാനവാസ് മതി 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 മാറ് ഷാനവാസ്, അവർ പോയി ഉണ്ടാക്കട്ടെ, നിങ്ങൾ പോയി കിച്ചണിലെ പണി നോക്കുന്നൊക്കെ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ ലക്ഷ്മി അനീഷിനോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ, അനീഷിനെ ഞാൻ ഈ കാര്യത്തിലേക്ക് ഇടപെട്ടിട്ടില്ലെന്ന്. ഷാനവാസും അനീഷും കൂടെ അങ്ങോട്ട് പിടിച്ചു മാറ്റിയിട്ട് നിങ്ങൾ കറക്റ്റ് സമയത്ത് ഫുഡ് തന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ കറി നിങ്ങളുടെ പറ്റ മോശമായിരുന്നു എന്ന്. അപ്പോഴേക്കും ലക്ഷ്മിക്ക് ഇത് ഭയങ്കര ദേഷ്യം വന്നിട്ട് ലക്ഷ്മി പറയുന്നുണ്ട്, അന്ന് നിങ്ങൾക്ക് അവിടെ കഴിക്കാതെ നിങ്ങൾക്ക് ഫുഡ് അവിടെ കൊണ്ടുവച്ചിട്ട് നിങ്ങൾക്ക് പറയായിരുന്നു കറി ഭയങ്കര മോശമായിരുന്നു എന്ന്. നിങ്ങൾ മാത്രമാണല്ലോ ഇവിടെ ഇങ്ങനെ വന്ന് പ്രശ്നം പറയുന്നുള്ളൂ, എല്ലാവരുടെയും വിശപ്പ് മാറിയിട്ടുണ്ട്, ആർക്കെങ്കിലും ഇവിടെ വിശക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു നോക്ക്. ഞങ്ങളിവിടെ അങ്ങനെ അതിനനുസരിച്ചാണ് ഫുഡ് കൊടുക്കുന്നത്. നിങ്ങൾ ചപ്പാത്തി അത്രയും മാവ് കുഴച്ച് വെക്കുമ്പോൾ ഓരോരുത്തർക്കും 3 വെച്ച് തന്നെ ഉണ്ടാക്കണം, 3 ഉണ്ടാക്കി 3 നിങ്ങൾ കൊടുത്തേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, ഇതെന്താണ് ഷാനവാസിക്ക് ഇങ്ങനെ കിടന്ന് കച്ചറ ഉണ്ടാക്കേണ്ടത്, നീ മിണ്ടാണ്ട് അവിടെ മാറിയിരുന്നു എന്ന് അനുമോളോട് ദേഷ്യപ്പെട്ട് ഷാനവാസ് പറയുന്നുണ്ട്.